റോജ, നീ ഇന്നലെ രാത്രി അവയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് വെച്ച് ഇന്ന് ശരൺ ചേട്ടന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ല അവിക്, ഇത് തീയല്ല വെളിച്ചാ. നീ ഇതിനെ കണ്ട് പേടിക്കാണെങ്കിൽ നിന്റെ പേടി കൂടുകയുള്ളൂ. വാ, ഇനി മോൻ ചെയ്തേ. വാ അവിക്, ഒന്ന് ചെയ്തേ. ഒന്നും പറ്റില്ല, ഞാൻ ചെയ്തില്ലേ. അവിക്, ചേച്ചി കൂടെയല്ലേ, ചെയ്തേ. വാ. ഞാനില്ലേ, ചേച്ചിയും ഇത് ചെയ്തല്ലേ. കമോൺ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ലെന്ന്. ഇത് പിടിച്ചേ. എന്താ മോനെ ഇത്? തീ അതിനകത്തല്ലേ ഉള്ളേ. ഈ ഹാൻഡിൽ പിടിച്ചാ മതിയെന്നേ. ഒന്ന് പേടിക്കാവേക്ക്, ഒന്നും സംഭവിക്കില്ല. കമോൺ, ഇവിടെ പിടിച്ചേ. കണ്ടോ, നിനക്കൊന്നും പറ്റിയില്ല. കാറ്റ് വരുമ്പോഴേ നീ പ്രൊട്ടക്ടർ ആവണം. അപ്പൊ ഇതിനോട് പറയണം, ദേ ഇവിടെ നിന്ന് ഓടിക്കോന്ന്. ഇതും അവിക്നെ പോലെയാ. നീ ശാന്തമായിട്ടിരുന്നാല് ഇതും ശാന്തമായിരിക്കും. ഓർമ്മയുണ്ടല്ലോ പപ്പ നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തെന്ന്. നീയും അതുപോലെ പ്രൊട്ടക്ട് ചെയ്യണം. നാളെ പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കണം നീയും പപ്പയെ പോലെയാണെന്ന്. നീ അവയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കാണുമ്പോ എനിക്ക് തോന്നി എന്താന്ന് വെച്ചാ, ശരൺ ചേട്ടനും പവിത്ര ചേട്ടത്തെയും അവിടെ നമ്മുടെ കൂടെ ഉള്ളതുപോലെയാ തോന്നിയത്. നമ്മളിതിൽ ഇങ്ങനെ തോറ്റുപോകുന്ന സത്യത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നത്. ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ ആ പെങ്കുച്ചിനെ നിസ്സാരമായി കാണരുതെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ആര് കേൾക്കാനാ? കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 2 വട്ടമാണ് എന്റെ തലയിൽ കിരീടം തട്ടിത്തെറിപ്പിച്ചത്. ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നത്? ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കട്ടെ. ഇനിയും നിനക്ക് എന്താ ആലോചിക്കാനുള്ളത്? എത്ര നേരം ആലോചിക്കും? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്നോ? ആ പെണ്ണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പൊക്കോളൂ. ആദ്യം അവളുടെ അച്ഛനെ രാജാവാക്കാൻ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അവളുടെ ഊമയായ അനിയനെ കൂടി അങ്ങ് രാജാവാക്കി കഴിയുമ്പോ അവളെല്ലാം നേടിയെടുത്തു. എന്റെ കൂടെ ഇങ്ങനെ 2 ബുദ്ധിമാന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കെന്താ കാര്യം? എന്റേതാ എനിക്ക് കണ്ണുനീർ മാത്രമേ ഉള്ളൂ. വീർഘടനെ കുറിച്ചുള്ള ചിന്തയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം ഞാൻ വീർഘടന് വേണ്ടി നന്മയാണ് ആഗ്രഹിക്കുന്നത്. വെറും 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി തന്റെ 7 വയസ്സ് മാത്രമുള്ള അനിയനെ മുൻനിർത്തിക്കൊണ്ട് രാജസിംഹാസനത്തിൽ നിന്ന് ഭരിക്കരുത്. നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയുന്നേക്ക്. നീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഒന്ന് റിലാക്സ് ആവ്. എന്റെ ആന്റി കിടന്ന് കരയുന്നത് എനിക്ക് കാണാൻ വയ്യടാ. എന്റെ അമ്മ എപ്പോഴാണ് എന്നെ വിട്ടിട്ട് പോയത്? അന്ന് തൊട്ട് ആന്റിയെ എന്റെ കൈ പിടിച്ചത്. എന്റെ വീട്ടിലായിരുന്നിട്ട് പോലും ഞാനൊരു അനാഥയായി.
അപ്പോഴെന്റെ കൈ പിടിച്ചത് ആന്റിയാ. ഇപ്പൊ അവരുടെ കണ്ണീരിന് കാരണക്കാരവരെ കണ്ടുപിടിച്ച് എനിക്ക് പണിഷ് ചെയ്തേ പറ്റൂ. ഈ റോജയെ ഞാൻ ചുമ്മാ വിടാൻ പോകുന്നില്ല. അവളെ കരയിപ്പിക്കണം. അവളെ ഞാൻ കാറിക്കും. ഞാൻ അവളിടുന്ന ഓരോ പ്ലാനും നമുക്ക് തകർത്തേ പറ്റൂ. ആ റോജ ഭയങ്കര ബുദ്ധിശാലിയാ. മകനെ സിംഹാസനത്തിൽ ഇരുത്താനെന്നും പറഞ്ഞുകൊണ്ട് അവള് കയറി ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പാടില്ല. അവളുടെ ഉയരത്തിലുള്ള ഈ പറക്കൽ നിർത്തണമെങ്കിൽ അവളുടെ 2 ചിറകുകൾ ചിലതൊക്കെ സത്യങ്ങൾ, ചിലതൊക്കെ കഥകൾ. അങ്ങ് ദൂരെ ദൂരെ ഒരു റാണി ഉണ്ടായിരുന്നു. വലിയൊരു സ്ഥാനത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഭയം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. സൂര്യനെ പോലെ തേജസ്സുള്ള ആളായിരുന്നു. സ്ഥലം പുതിയതായിരുന്നാൽ എന്റെ റോജ. അപ്പൊ മോനൊരു കാര്യം ചെയ്ത് കിടന്നുറങ്ങിക്കേ, കണ്ണടച്ച് കിടക്ക്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇതൊക്കെ എങ്ങനെ നേരിടാൻ പോകുന്നേ? എന്നെ നിങ്ങളുടെ 2 പേരുടെയും ഓർമ്മകൾ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഞാനിവിടെ അനാഥയായി. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ബിസി ഷെഡ്യൂൾക്കിടയിൽ നിന്ന് സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്യുന്നതിന് നിങ്ങളോട് താങ്ക്സ് എന്ന് പറയുന്നത് നിസ്സാരമാവും. ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് തന്നെ റാണിയമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അവരുടെ വാല്യൂസിനെയും പ്രിൻസിപ്പിൾസിനെയും കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറയാനായില്ല. മനസ്സിലാക്കാൻ കഴിയുന്നു. രാവിലെ എഴുന്നേറ്റ് മതി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. 2 മിനിറ്റ് പറ്റൂല. എഴുന്നേക്ക് ആവിക്, എഴുന്നേറ്റ് മോനെ. ഉച്ചയായി. എഴുന്നേക്ക്. എഴുന്നേക്ക്. നോ സ്ലീപ്പ്. നോക്ക് എഴുന്നേക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൊള്ളാലോ. ടക്ക്. ഞാനൊരു കവിത പാടിത്തരട്ടെ. മനോഹരമായ ഒരു മെത്തയിൽ എന്റെ രാജകുമാരൻ കിടന്നുറങ്ങുകയാണ്. ആ രാജകുമാരൻ ഒരു ധീരനുമാണ്. അവൻ എഴുന്നേറ്റ് ഉടൻ തന്നെ കുറുമ്പ് ചെയ്യാൻ തുടങ്ങും. എന്നാലോ ഉറങ്ങുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഈ വീർഘഡിന്റെ ഭാവിയായ രാജാവ് അവിക്. പാവത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ദയ തോന്നിപ്പോവും നിങ്ങൾക്ക്. അതായത് വീർഘഡിലെ ആളുകളോട്. എന്തിന്? സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവന് ട്രോമയിലാണ്. ഭയങ്കര ആഴത്തിലുള്ള മുറിവാണ് സംഭവിച്ചത്. ഐ ക്യാൻ സീ ദാറ്റ്. ഇത്തരം സാഹചര്യങ്ങളിലുള്ള കുട്ടികളോട് വ്യത്യസ്തമായ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. സാധാരണ ഇത്തരം കുട്ടികൾക്ക് വളരെ കുറച്ച് ഡിസിപ്ലിനെ കാണും. ബട്ട് ഡോണ്ട് വരി, ഞാൻ ഇങ്ങനത്തെ ധാരാളം കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു കൊരങ്ങനെ പോലും മാനേഴ്സും ഡിസിപ്ലിനും പഠിപ്പിക്കുന്ന ഒരാളാണെന്ന്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവിക് എന്റെ അനിയനാ. അവൻ മൃഗവും അല്ല, അവൻ കുരങ്ങനും അല്ല. ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവന്റെ ഈ ചേച്ചി തന്നെ ധാരാളം. അത് ശരി. അവിക്കിന്റെ മുത്തച്ഛന്റെ പേരെന്താണ്? അറിയില്ലേ നിനക്ക്? അപ്പോ പിന്നെ ഒരു രാജവിരുന്നിൽ ഒരു രാജാവ് എങ്ങനെ പെരുമാറണമെന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതുപോലും അറിയില്ല. നിനക്കൊരു രാജാവിന്റെ രീതികളെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല എന്നുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് നീ അതല്ല അവിക്കിനെ പഠിപ്പിക്കാൻ പോകുന്നത്? പറയൂ. രാജാവാകുന്നത് നിസ്സാര കാര്യമല്ല റോജ. അവരുടെ രീതികൾ എന്തിന്? അവർ നടക്കുന്നത് പോലും സാധാരണക്കാരെ പോലെ ആവാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഇതെല്ലാം പഠിപ്പിക്കാനായിട്ട് എക്സ്പീരിയൻസ് ആയുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. എനിക്കും മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോ രാജകുടുംബത്തിലെ കാര്യങ്ങൾ എനിക്ക് അറിയാതിരിക്കാം. പക്ഷെ അതൊക്കെ ഞാൻ പഠിച്ച് എനിക്കത് അവിക്കിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും.
നീ പഠിപ്പിക്കുമോ? അത്രയൊക്കെ സമയമുണ്ടോ നിന്റെ കയ്യില്? ഇന്ന് സ്കൂളിൽ നിൽക്കെന്തോ പരീക്ഷയില്ലേ? പഠിച്ചു കഴിഞ്ഞു അതിന്? ഈ പുതിയ സ്ഥലത്ത് എന്റെ മോള് റോജ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവരുമെന്ന് ഈ അച്ഛൻ അറിയാം. സോ നീ ഈ പുതിയ തുടക്കത്തിന് റെഡിയാണോ? ദാറ്റ്സ് മൈ ഗേൾ. നിന്റെ ഈ മൗനത്തിൽ തന്നെ നിനക്ക് പറയാനുള്ള ഉത്തരമടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കണോ? പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടോ ഇല്ലയോ? പോകണമെന്നുണ്ടെങ്കിൽ പോയി റെഡിയാവാൻ നോക്ക്. ഞാൻ നിർത്തിക്കോളൂ ഇനി ഇതെല്ലാം. അവയ്ക്കിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ റോജ. അവനിപ്പോൾ നിന്റെ സഹോദരൻ മാത്രമല്ല, അവൻ ഈ വീർഘടിന്റെ ഭാവിയിലെ രാജാവ് കൂടെയാണ്. നീ അവയ്ക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് മതി, നിന്നെ കുറിച്ച് ആലോചിക്ക. ചിലപ്പോ ഇവരെ കൊണ്ട് ആവിക്കിന് വല്ലതും പഠിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. ആവിക്കിലൂടെ പപ്പയുടെ പാരമ്പര്യവും റാണിയമ്മയുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചേ പറ്റൂ. ആവി, ഈ ആന്റി ഉണ്ടല്ലോ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഓക്കെ, പിന്നൊരു കാര്യം, ഞാൻ എപ്പോഴും മോന്റെ കൂടെ തന്നെയല്ലേ ഉള്ളേ. ആട്ടെ, ഇപ്പോ ഒരു നല്ല സ്മൈൽ എന്നേ തായോ. ചിരിക്കണ കള്ള.